Phases of mutual fund development. ഇപ്പോൾ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടിന്റെ ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു, ഏതൊക്കെ ഫേസസിലൂടെയാണ് ആ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. So we are discussing about the development of mutual funds in India and the role of UTI, Unit Trust of India റോള്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്കീം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള UTIയുടെ റോൾ എന്താണ് എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. So the origin of mutual fund industry in India. ഇന്ത്യയിൽ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വന്നത് ഇറ്റ് ഈസ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് UTI. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1963. ഇന്ത്യയിൽ വളരെ സ്ലോ ഗ്രോത്ത് ആണ് മ്യൂച്വൽ ഫണ്ട്സിനുള്ളത്. ഇപ്പോൾ നോക്കിയാലും വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസ് വളരെ സ്ലോ ഗ്രോത്ത് ആണ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1963 വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് മ്യൂച്വൽ ഫണ്ട് എത്തി നിൽക്കുന്നത്. റാപ്പിഡ് ഗ്രോത്ത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 1987 ശേഷമാണ്. കാരണം 1987 ശേഷമാണ് UTI അല്ലാതെയുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഒരു 1 ഡിക്കേഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ പബ്ലിക് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഇന്ത്യയിൽ വന്നു. അതിനുശേഷം പ്രൈവറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഇന്ത്യയിൽ വന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ വളരെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല നല്ല സർവീസസ്, പുതിയ പുതിയ സ്കീംസ്, അങ്ങനെയുള്ള പിന്നെ ഓട്ടോമേഷൻ, ഡിജിറ്റലൈസേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കുകയും ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ സെക്യൂർഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കാൻ ഇപ്പോഴത്തെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ പോപ്പുലറൈസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഒരു പല പല സ്റ്റേജസിലായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ ഗ്രോത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തം 4 സ്റ്റേജസ് ആയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് ഗ്രോത്ത് ഇന്ത്യയിൽ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. ഇത് 1964 മുതൽ 87 വരെയുള്ള ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്യുവർലി ആരും മാത്രമേ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മാത്രമേ മ്യൂച്വൽ ഫണ്ട് കമ്പനിയായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു 1964 മുതൽ 87 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. ഈ UTIയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ സ്പെഷ്യൽ ആക്ട് അണ്ടർ ദ പാർലമെന്റ്. പാർലമെന്റിന്റെ ഒരു സ്പെഷ്യൽ ആക്ട് ആയിട്ട് 1963 ഈ UTI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് RBI ആണ് ഈ ഒരു UTI എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അങ്ങനെ RBIയുടെ കീഴിലാണ് ഈ ഒരു UTI എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീം ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ലേറ്റർ ഓൺ 1978 ഇറ്റ് വാസ് ഡീലിംഗ്ഡ് ഫ്രം RBI നിന്നും അത് ഡീലിംഗ് ചെയ്യുകയും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ബാങ്ക് ഇതിന്റെ ആ ഒരു UTIയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഈ UTIയുടെ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീം ലോഞ്ച് ചെയ്തത് 1964 അതുകൊണ്ട് തന്നെ ആ ഒരു സ്കീമിന്റെ പേര് US 64 എന്ന് പറയുന്ന സ്കീമാണ്. ഈ ഒരു സ്കീം നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള റെസ്പോൺസ് എല്ലാം സ്വീകരിച്ച ഒരു സ്കീമാണ്. പിന്നെ അതിനുശേഷം UTI എന്ന് പറയുന്ന ആ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരുപാട് നല്ല നല്ല സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കീംസ് എല്ലാം ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു നീഡിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് പുതിയ പുതിയ സ്കീംസ് ലോഞ്ച് ചെയ്യാൻ UTIനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ UTI ഈ പറയുന്ന ULIP സ്കീംസ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂണിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാൻ
ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് UTI ആണ് 1971. അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് ഫേസിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെയിൻലി UTIനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആണ്. അപ്പൊ UTI ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ പാർലമെന്റ് ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മ്യൂച്വൽ ഫണ്ട്. ആദ്യകാലങ്ങളിൽ അത് RBIയുടെ കീഴിലായിരുന്നു. പിന്നീട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്തു. UTIയുടെ ആദ്യത്തെ സ്കീം എന്ന് പറയുന്നത് US64 എന്ന് പറയുന്ന സ്കീമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്കീമായിരുന്നു. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ലോഞ്ച് ചെയ്തതും UTI തന്നെയാണ്. 1971 ലോഞ്ച് ചെയ്തത്. ഇത്രയുമാണ് ഫസ്റ്റ് ഫേസിൽ പറയാനുള്ളത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1987 മുതൽ 1993 വരെയുള്ള ഒരു ഫേസ് ആണ്. ഈ ഒരു ഫേസിലാണ് പബ്ലിക് ആയിട്ടുള്ള കമ്പനികൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തത്. ഇപ്പോൾ പബ്ലിക് സെക്ടർ ഫണ്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് 1987 മുതൽ 1993 വരെയുള്ള കാലഘട്ടം. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ സെക്കൻഡ് ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് സെക്കൻഡ് ഫേസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് were allowed to open mutual funds. മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ ബാങ്കുകൾക്ക്, പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടം വന്നപ്പോഴാണ്, അതുവരെ UTI എന്ന് പറയുന്നത് ഒരു മോണോപോളി ആയിരുന്നു. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആരുടെ മാത്രം കുത്തകയായിരുന്നു? UTIയുടെ മാത്രം കുത്തകയായിരുന്നു. പക്ഷേ പബ്ലിക് ബാങ്കിന് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു സിനാരിയോ വന്നതോട് കൂടിയിട്ടാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ വരികയും ഒരു വൈബ്രൻസി ഒക്കെ വരികയും ഒക്കെ ചെയ്തത്. അപ്പൊ ആ സമയത്താണ്, ഈ ഒരു കോമ്പറ്റീഷനൊക്കെ വന്നപ്പോഴാണ് സെബി എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററിന്റെ കീഴിൽ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററിന്റെ കീഴിലേക്ക് മ്യൂച്വൽ ഫണ്ടും കൊണ്ടുവരണം എന്നുള്ള ആവശ്യം വരികയും അതിന്റെ ഒരു ഭാഗമായിട്ട് മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ ആക്ട് 1993 ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത്. ദെൻ ഈ ഒരു കാലഘട്ടം ആയാലും, പബ്ലിക് ബാങ്ക്സ് ഒക്കെ മ്യൂച്വൽ ഫണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ആയാലും, ആ ഒരു കാലഘട്ടത്തിലും UTI വളരെ നല്ല രീതിയിൽ പുതിയ പുതിയ സ്കീംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഗ്രോത്ത് ഫണ്ട്സ്, കൊളംബസ് ഇന്ത്യ ഫണ്ട്, ഇന്ത്യൻ ആക്സസ് ഫണ്ട് എന്ന് പറയുന്ന പല പല ഫണ്ടുകൾ UTIയുടെ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക്, മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ നോൺ UTI ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ്, അതായത് UTI അല്ലാതെ വേറെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തത് 1987 ശേഷമാണ്. SBI മ്യൂച്വൽ ഫണ്ടാണ് UTIയുടെ ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമ്പനി. അപ്പൊ അതിനുശേഷം ഒരുപാട് കമ്പനി, ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക്, അങ്ങനെയുള്ള ഒരുപാട് ബാങ്കുകൾ, പബ്ലിക് സെക്ടറിലുള്ള ബാങ്കുകൾ എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ UTI അല്ലാതെ, UTIക്ക് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ലോഞ്ച് ചെയ്തത് SBI മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പൊ അതാണ് സെക്കൻഡ് ഫേസിൽ വരുന്നത്. തേർഡ് ഫേസിൽ എന്ന് പറയുമ്പോൾ 1993 മുതൽ 2003 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രൈവറ്റ് സെക്ടർ മ്യൂച്വൽ ഫണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതായത് പ്രൈവറ്റ് പ്ലേയേഴ്സ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1993. അപ്പോൾ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെബി കോമ്പറ്റീഷൻ കൂടിയപ്പോൾ സെബിയുടെ കീഴിലേക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു റെഗുലേഷൻ കൊണ്ടുവരികയും സ്പെഷ്യൽ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ എന്ന് പറയുന്ന റെഗുലേഷൻ 1993 എസ്റ്റാബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഫണ്ടുകൾക്കും മ്യൂച്വൽ ഫണ്ട്സ് ലോഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയുണ്ടായി. അങ്ങനെ പബ്ലിക് ബാങ്കിന് പുറമെ പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്കുകളും മ്യൂച്വൽ ഫണ്ട്സ് ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്കുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫോറിൻ ഫണ്ട് മാനേജ്മെന്റ് കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ദേ വർ ആക്ച്വലി ജോയിന്റ് വെഞ്ചേഴ്സ്. അതായത് ഫോറിൻ കമ്പനിയും ഇന്ത്യൻ കമ്പനിയും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് ഈ ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ ഈ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റീസും കൂടെ വന്നതോട് കൂടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ചോയ്സ് ആയി, ഒരുപാട് സ്കീംസ് ആയി, കോമ്പറ്റീഷൻ കുറച്ചും കൂടെ ടഫറായി. പിന്നെ പ്രൈവറ്റ് കമ്പനികളാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സർവീസസ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. കുറച്ചും കൂടെ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി വളരെ വൈബ്രന്റ് ആയി വിത്ത് ദ എൻട്രി ഓഫ് ദ പ്രൈവറ്റ് സെക്ടേഴ്സ്. പിന്നെ ഈ ഒരു ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഒരു പ്രൈവറ്റ് സെക്ടർ കാറ്റഗറിയിലെ മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവന്നത് ഏർസ്റ്റ്വൈൽ കൊഥാരി പയനിയർ ആണ്. ഇപ്പോൾ അത് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പുമായിട്ട് മെർജായി.
It was the first private sector mutual fund registered in July 1993. 1993 ഇതൊരു കൊത്താരി പയനിയർ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട്, പ്രൈവറ്റ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ ലോഞ്ച് ആയത്. പിന്നെ അപ്പോഴും UTI വളരെ വൈബ്രന്റ് ആയിരുന്നു. പുതിയ പുതിയ ഫണ്ടുകളെല്ലാം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തു. ഇതിൽ ഇന്ത്യൻ ഗ്രോത്ത് ഫണ്ട്, അങ്ങനെ ഒരു ഫണ്ട് UTI ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്ത്യൻ ഗ്രോത്ത് ഫണ്ട് ഇറ്റ് വാസ് ലിസ്റ്റഡ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ UTI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ആക്സസ് ഫണ്ട് ഒരു NSE 50 ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ്. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ട് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് പോയ പ്രൈവറ്റ് സെക്ടേഴ്സും കൂടെ വന്ന ഒരു കാലഘട്ടമാണ് 1993 മുതൽ 2003 വരെയുള്ള കാലഘട്ടം. കഴിഞ്ഞില്ല, തേർഡ് ഫേസ് കുറച്ചും കൂടെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് 1993 എന്ന് പറയുന്ന ആ ഒരു സ്കീം, ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു റെഗുലേഷൻ മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് 1996 റീപ്ലേസ് ആയത്. അതായത് ഇപ്പോഴത്തെ പുതിയൊരു സെബി നോംസ് അല്ലെങ്കിൽ സെബി റെഗുലേഷൻ എന്ന് പറയുന്നത് സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് 1996 ആണ്. അപ്പൊ ഈ ഒരു റെഗുലേഷൻ പ്രകാരമാണ് ഇന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് സെബിയുടെ ഒരു വളരെ വലിയൊരു ഉത്തരവാദിത്തമായി. പിന്നെ മ്യൂച്വൽ ഫണ്ട് കുറച്ചും കൂടെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് ടാക്സ് സേവിങ്സ് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻസിനെല്ലാം ടാക്സ് എക്സംഷൻ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം യൂണിയൻ ബഡ്ജറ്റ് 1999 എടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 1999 ആ യൂണിയൻ ബഡ്ജറ്റിലെ തീരുമാനപ്രകാരമാണ് മ്യൂച്വൽ ഫണ്ട്സിലുള്ള ഡിവിഡൻഡ് ടാക്സ് എക്സംഷൻ കൊടുക്കാം എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ ഈ ഒരു പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്നതോടുകൂടി മ്യൂച്വൽ ഫണ്ട്സിന്റെ എണ്ണം കൂടാൻ തുടങ്ങി, മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അറ്റ് ദ സെയിം ടൈം ഈ കുറെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളായപ്പോൾ ഇവർ തമ്മിൽ മെർജ് ചെയ്യാനും അതുപോലെ തമ്മിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വേറെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ അക്വയർ ചെയ്യാനും ഒക്കെ തുടങ്ങി. പിന്നെ UTI വാസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് എമിനന്റ് പ്ലേസ് ടിൽ 2001. അതിനുശേഷം ഈ കേതൻ പാരേഖ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്കാം ഉണ്ടായി. ഈ സ്കാം വന്നതോടുകൂടി UTIയുടെ പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ UTI കുറച്ചും കൂടെ ടാറിഷ് ആയിട്ടുള്ള ഒരു കമ്പനിയായി. ആ ഒരു കമ്പനിയുടെ ആ ഒരു ഇമേജ് എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സിന്റെ ഒരു റോളായി, അല്ലെങ്കിൽ പബ്ലിക് ബാങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിന്റെയും പ്രൈവറ്റ് പ്ലെയേഴ്സിന്റെ ഒക്കെ ഒരു കോമ്പറ്റീഷനായി. പിന്നെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ പോലും ഇങ്ങനെ ഒരു സ്കാമുകൾ വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കുറച്ചും കൂടെ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റേഴ്സിനെ കുറച്ചും കൂടെ ബോധവൽക്കരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് സെബിയുടെ ഭാഗത്തു നിന്നും അതുപോലെ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊക്കെ എടുക്കുകയുണ്ടായി. അപ്പൊ ഈ ഒരു രണ്ടുപേരും കൂടി ചേർന്നിട്ട്, അതായത് സെബിയും AMFIയും രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ വർക്കിങ്ങിനെ കുറിച്ചും ഒക്കെ ഇന്ന് അവയർനെസ് ഉണ്ട്. അപ്പൊ ഇതാണ് തേർഡ് ഫേസിൽ വരുന്നത്. ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫോർത്ത് ഫേസ് ആണ്. സിൻസ് ഫെബ്രുവരി 2003 ശേഷമുള്ള ഒരു ഫേസിനെയാണ് നമ്മൾ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് വന്നതോടുകൂടി ഫെബ്രുവരി 2008 ഈ UTI ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം പാർലമെന്റ് പാസ്സാക്കിയ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് പറയുണ്ടായല്ലോ. ആ ഒരു സ്പെഷ്യൽ ആക്ട് എന്ത് ചെയ്തു? ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞു. UTI ബാക്കിയുള്ള ഏതൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ പോലെയും ഒരു സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായിട്ടും മാറി. അപ്പൊ ഇനിയിപ്പോ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനിയും ഒരേ സ്റ്റാറ്റസ് ഉള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ്. ഒരു കമ്പനിയും വേറൊരു കമ്പനിയെക്കാളും മുകളിലോ താഴെയോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനിയും സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. സെബിയുടെ മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ ആക്ട് 1996 പ്രകാരമാണ് ഇന്ന് മ്യൂച്വൽ ഫണ്ടിലെ എല്ലാ കമ്പനികളും മാനേജ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോഴും കുറെ മർജേഴ്സും അക്വിസിഷൻസും എല്ലാം മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ വളരെ പോപ്പുലർ ആണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഒഴികെ ബാക്കി എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ജോയിന്റ് വെഞ്ചേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ PNB മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ബിർള സൺ ലൈഫ്, അങ്ങനെ രണ്ട് മ്യൂച്വൽ ഫണ്ട്
കമ്പനികൾ തമ്മിൽ ചേർന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇപ്പോൾ സാധാരണഗതിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലത്തെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി ഫ്രാഗ്മെന്റഡ് ആണ്. ഇപ്പോൾ മൊത്തം 44 മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ 44 മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ന് പറയുമ്പോഴും ഇതിൽ ടോപ്പ് ആയിട്ടുള്ള 5 മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ കയ്യിലാണ് മൊത്തം മാർക്കറ്റിന്റെ 60% ഷെയർ ഉള്ളത്. ബാക്കി 40% ഷെയർസേ ബാക്കിയുള്ള 39 കമ്പനികളുടെ കയ്യിൽ ഉള്ളൂ. അപ്പോൾ ഈ ടോപ്പ് ആയിട്ടുള്ള 5 കമ്പനികളാണ്, മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് 60% ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ഷെയർ കൈവശം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കമ്പനികളാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ടോപ്പ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എന്ന് പറയുന്നത് HDFC മ്യൂച്വൽ ഫണ്ട്സ്, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് ആൻഡ് റിലയൻസ് മ്യൂച്വൽ ഫണ്ട്സ്. ഈ 5 മ്യൂച്വൽ ഫണ്ട് ആണ് ഇന്ത്യയിലത്തെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഷെയറിന്റെ 60% കൈവശം വെച്ചിരിക്കുന്നത്. ബാക്കി 40% മാത്രമേ ബാക്കിയുള്ള 39 കമ്പനികളുടെ കൈവശം ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി. ഇത്രയുമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ദ ഫേസസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത് തന്നെ UTI ആണ്. UTIന് ശേഷം ഇപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിലേക്കാണ് ഇന്ത്യയിലത്തെ മ്യൂച്വൽ ഫണ്ട്സ് എത്തി നിൽക്കുന്നത്.